ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് 10 മിനിറ്റിലൊരു കഫ്താൻ ചെയ്തെടുത്താലോ. ഇത് എൻ്റെ അടുത്തുണ്ടായിരുന്നൊരു പഴയ ദുപ്പട്ടയാട്ടോ. പഴയതെന്ന് പറഞ്ഞാൽ വളരെ പഴയത്. ഞാനതിങ്ങനെ അതിൻ്റെ ഒരു ഭംഗി കാരണം ഞാൻ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ, ഒരു ട്രഡീഷണൽ ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കഫ്താൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. സിമ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് ഗൈസ്. നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ദുപ്പട്ട ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ദെൻ ആ ഫോൾഡ് ചെയ്ത പോർഷനില്ലേ, അവിടെ നമ്മൾ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചു, ഇതുപോലെ ഈ കാണുന്ന പോലെ നമ്മളതിനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു സർഫസിൽ അത് വെച്ചതിന് ശേഷം നമ്മുടെ ഒരു കൈയില്ലേ, ആ ഒരു കൈയിൻ്റെ ഹാഫ് വരുന്ന രീതിയിൽ ആ ഫോൾഡ് ചെയ്ത ആ ഒരു പോർഷൻ്റെ അവിടെ വരുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതായത് ഇങ്ങനെ ഒരു ചെറിയ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, നമ്മളൊരു പൊസിഷൻ മനസ്സിലാവാനും. എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് ഇതുപോലെ ഒരു ഹാൻഡ് ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ നെക്ക് പോർഷനാണ് കേട്ടോ. സോ നമ്മൾ ആ ഒരു മാർക്ക് വന്നത് ഞാനൊരു കേർവ്ഡ് വീനെക്കാണ് എനിക്ക് നെക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഷേപ്പ്, നെക്കിൻ്റെ പാറ്റേൺ. സോ ഞാൻ ആ ഒരു കേർവിങ് വരുന്ന രീതിയിൽ ആ ഒരു ഇത് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദുപ്പട്ടയുടെ ആ ഒരു ഓപ്പൺ വരുന്ന പോർഷനില്ലേ, ആ ഒരു പോർഷനിൽ ഇതുപോലെ ഒരു ഹാൻഡ് ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ താഴത്തേക്കും ആ ഒരു ഹാൻഡ് വന്നിടത്തുനിന്ന് ഇതുപോലെ മാർക്ക് ചെയ്യാണ്. ഈ ഒരു ഹാൻഡ് എവിടെയാണോ വന്ന് നിന്നത് അവിടുന്ന് ഒരു ഹാൻഡ് കൂടെ വരുന്ന രീതിയിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. ഇപ്പം ഞാൻ പെൻ കൊണ്ട് വരച്ചില്ലേ, ആ പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. ഫ്രണ്ട് നെക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഈ മാർക്ക് ചെയ്തത് ബാക്ക് നെക്കാണ് കേട്ടോ. ബാക്ക് നെക്ക് ചെറുത് കൊടുത്താൽ മതി, കാരണം എന്നാലേ ഉള്ളത് കറക്റ്റ് നന്നായിട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ഫസ്റ്റ് കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദുപ്പട്ടനെ ഇതുപോലെ നിവർത്തി കൊടുക്കണം. അതെന്തിനാണ് നിവർത്തുന്നത് വെച്ചാൽ, നമ്മൾ അല്ലാതെ നിവർത്താണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബാക്ക് പോർഷനും കട്ടായി പോവില്ലേ. അപ്പം നമുക്കതിൻ്റെ ഒരു ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് ആ നെക്ക് ഒപ്പം വരുന്ന രീതിയിൽ കട്ട് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അലൈൻമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതായത് ഒരു സൈഡിൽ കുറച്ച് കൂടുതൽ, ഒരു സൈഡിൽ കുറവുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രണ്ട് നെക്ക് കുറച്ചൊരു സീം അലവൻസ് വിട്ടിട്ടാട്ടോ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ആ നെക്ക് ഇപ്പോൾ ഞാൻ ഈ മടക്കി വെച്ചില്ലേ, അങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫുൾ നെക്ക്, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ വരുന്ന രീതിയിൽ. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഫോൾഡ് ഓപ്പൺ ഉള്ള ദുപ്പട്ടയുടെ ആ പോർഷൻ കണ്ടില്ലേ, ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, ഈ പോർഷൻ, അതായത് 2 ഹാൻഡ് വരുന്നത്, അങ്ങനെ നമ്മൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ജസ്റ്റ് ഒരു ഒറ്റ സ്റ്റിച്ച് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ അധികം ടൈം എടുക്കുന്ന പ്രോസസ്സൊന്നുമല്ല. നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സൈഡും കൂടി ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. കഴിഞ്ഞ ഗൈസ്, ഇത്രേ പണിയുള്ളൂ. നമ്മൾ എത്ര പെട്ടെന്ന് ഒരു കഫ്താൻ റെഡിയാക്കി എടുത്ത് നോക്കും. ഞാനത് ട്രഡീഷണൽ ആയതുകൊണ്ട് എനിക്കത് ഈ സ്കേർട്ടിൻ്റെ ഒപ്പം ഇട്ടപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി കേട്ടോ. നിങ്ങൾക്ക് സ്കേർട്ടിൻ്റെ ഒപ്പം ഇട്ടിട്ടാണോ നന്നായിട്ട് തോന്നിയത്, അത് ഈ പാൻറ്റിൻ്റെ ഒപ്പം ഇട്ടിട്ടാണോ നന്നായിട്ട് തോന്നിയെന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഈ കഫ്താൻ മേക്ക് ചെയ്തതിൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റിൽ ചോദിച്ചാൽ മതി.